2014 അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായി സമരത്തെ തുടർന്ന് മോദി മന്ത്രിസഭയിൽ നിന്നൊരു രാജി. ഇന്ത്യയുടെ ഭാവിയായ വിദ്യാർത്ഥികളുടെ മുന്നിൽ കേന്ദ്രം മുട്ടുമടക്കിയ കാഴ്ച. എന്താ പറയാ, കുറച്ചധികം നാളുകൾക്ക് ശേഷം ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. വർഗീയ രാഷ്ട്രീയം കൊണ്ട് ഇന്ത്യയെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് രാജ്യത്തെ യുവജനങ്ങൾ നൽകിയ കൊട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഇന്ത്യ മുഴുവൻ ആളിപ്പടർന്ന ഈ യുവജന പ്രക്ഷോഭത്തിന് എല്ലാ പിന്തുണയും നൽകി തുടക്കം മുതൽ ഒടുക്കം വരെ ഒപ്പം നിന്നത് ഇടതുപക്ഷമാണ്. അതിൽ ഒരു സംശയവും വേണ്ട. ജന്തർ മന്ദറിൽ CJP സമരത്തിന് തുടക്കമിട്ട സമയത്ത് തന്നെ ഇടതുപക്ഷത്തിന്റെ സജീവ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും ബൃന്ദ കാരാട്ടും, ലോക്സഭാ നേതാവ് K രാധാകൃഷ്ണനും, രാജ്യസഭാ നേതാവ് ജോൺ ബ്രിട്ടാസും മറ്റ് ഇടതുപക്ഷ MP മാരുമൊക്കെ സമരവേദിയിലുണ്ടായിരുന്നു. മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് ഐക്യം അറിയിച്ചുകൊണ്ട് പോസ്റ്റുകളായും വ്ലോഗുകളായും സോഷ്യൽ മീഡിയയിലൂടെയും നേതാക്കൾ ഈ സമരത്തെ കൂടുതൽ പേരിലേക്ക് എത്തിച്ചു. നിരാഹാര സമരം നടത്തിയ സോനം വാങ്ചുക്കിനെ നേരിൽ കണ്ട് ഒപ്പമുണ്ടെന്ന് ഉറപ്പ് നൽകിയതും ഇടതുപക്ഷ നേതാക്കളാണ്. കൂടാതെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യം സമരമുഖത്തെത്തിയത് SFI ആണ്. പിന്നീട് AASF, DYFI, ISA സംഘടനകൾ സമരത്തിന്റെ ഭാഗമായി. SFI നേതാക്കളായ ആദർശം സജിയും ഐഷി ഘോഷും നിരാഹാരമനുഷ്ഠിച്ചു. പക്ഷേ മലയാളത്തിലെ മുഖ്യധാര പത്രങ്ങൾ അവരുടെ സ്ഥിരം രീതി പോലെ തന്നെ ഇതെല്ലാം മനഃപൂർവ്വം മുക്കി. ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷത്തിന്റെ പങ്കിനെ കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പത്രങ്ങൾ സ്റ്റോറികൾ കൊടുക്കുമ്പോൾ മലയാള മാധ്യമങ്ങൾ അതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു. നേതാക്കളെയും പ്രവർത്തകരെയും നിരത്തിലൂടെ പോലീസ് വലിച്ചിഴച്ചപ്പോൾ പോലും വാ തുറക്കാത്തവർ സമരത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ അവസാനം എത്തിയവർക്ക് വേണ്ടി നിർത്താതെ വാർത്തകൾ ചെയ്തു. എത്രയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും ജനങ്ങൾക്ക് സത്യം അറിയാലോ, അവരിതെല്ലാം കണ്ടുകൊണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ചിലരുടെ ആത്മാർത്ഥതയില്ലാത്ത പിന്തുണയെ ട്രോളിക്കൊണ്ട് നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അതിലൊരെണ്ണം ഞാനൊന്ന് കടമെടുക്കുകയാണ്. കാരണം അത് സാഹചര്യവുമായി നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. അതായത്, നമ്മൾ ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ചില പ്രത്യേക ടൈപ്പ് അമ്മാവന്മാരില്ലേ, കുടുംബത്തിന് അവരെ കൊണ്ട് ഒരു സഹായം ഉണ്ടാവില്ല, പക്ഷെ കല്യാണം നടത്തിയത് മുഴുവൻ താനാണെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യും. വർഷങ്ങളുടെ പ്ലാനിങ്ങും ലോണെടുപ്പും കടം വാങ്ങലും ഒക്കെ കഴിഞ്ഞ് കല്യാണം നടത്തിയ വീട്ടുകാരെ ആരുമല്ലാതാക്കുന്ന ചില അമ്മാവന്മാർ. അവരെ ട്രോളിയൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ വന്നത്. ഇനി ആരെക്കുറിച്ചാണ് ഈ ട്രോളുകൾ എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. സമരത്തിന്റെ തുടക്കത്തിൽ കാര്യമായ പങ്കാളിത്തം ഇല്ലാതിരുന്ന സമയത്ത് സമരവീര്യം ചോരാതെ നിലനിർത്തിയത് ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളാണ്. സമരത്തിൽ അരാഷ്ട്രീയ പ്രവണത കടന്നുകൂടാനുള്ള സാഹചര്യം ഒഴിവാക്കി ദിശാബോധം നൽകി സമരക്കാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ സംഘടനകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. എത്രയൊക്കെ മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. വാർത്തകൾ വളച്ചൊടിച്ച് ഇല്ലാതാക്കുന്ന ചില മുഖ്യധാര മാധ്യമങ്ങൾ ഇവയൊക്കെ ഓർക്കുന്നത് നന്നായിരിക്കും.